ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ല. എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ മുന്നോട്ട് പോകുന്നു. പിന്നെ വീട് വാങ്ങിച്ചു. വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞപ്പം ഹോസ്പിറ്റലുമായിട്ട് ഇച്ചിരി അകലം വന്നു. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ നടന്നു പോകാൻ പറ്റത്തില്ല. ഒരു 45 മിനിറ്റ്സ് നടക്കാൻ തന്നെ എടുക്കും. പക്ഷേ അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഈ ഇത്രയും സമയം നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്കാണെങ്കിൽ തണുപ്പിൽ അങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ തന്നെ കൈയും കാലും ഒക്കെ പെട്ടെന്ന് മരവിച്ചങ്ങ് കയറും. അപ്പോൾ തണുപ്പത്ത് നടക്കുന്ന ഒട്ടും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കൊരു കാറ് വാങ്ങിക്കണം. 2 വീലറൊന്നും അവിടെ ഉപയോഗിക്കത്തില്ല, കാറിലേ പോകാൻ പറ്റൂ. പക്ഷേ ഹസ്ബൻഡ് കാറുണ്ട്, ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകണം. പക്ഷെ 2 പേരും ഡ്യൂട്ടിക്ക് പോകുന്ന ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ്. പുള്ളി ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കിന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും കാറ് വാങ്ങിക്കുന്ന കാര്യം ഓർത്തപ്പോൾ എനിക്ക് എന്തോ മനസ്സിലൊരു വിഷമം, ഒരു അഹങ്കാരമായി പോകുമോ എന്നൊരു മനസ്സിലൊരു തോന്നൽ. കാരണം വീട് വാങ്ങിച്ചു, കാർ ഓൾറെഡി ഉണ്ട്, ഇനി ഒരു കാറും കൂടെ വാങ്ങിക്കാം. അത് എന്തോ എനിക്കൊരു മനസ്സിനൊരു വിഷമം. എന്നാലും അത് അത്യാവശ്യമാണ് താനും. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ അല്ലാതെ പറ്റത്തില്ല. എല്ലാ ദിവസവും ടാക്സി വിളിച്ച് പോകുന്നതും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ ഇത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ മാത്രം സാധിച്ചു തന്നാൽ മതി. ഞാനിത് എൻ്റെ ആഗ്രഹം പറയുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ നടന്നു പൊക്കോളാം. ഇത്രയും ദൂരം നടക്കണം, ഓക്കെ, അത് കുഴപ്പമില്ല, ഞാൻ ട്രൈ ചെയ്യാം.